നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം വായിക്കാൻ പോകുന്നത് രണ്ട് കാര്യത്തെക്കുറിച്ചാണ്. ഒന്ന്, സ്ഥിര സുഖമാനസവും. രണ്ട്, ആരോഗ്യപ്രദമായ ദിനചര്യകൾ. സ്ഥിര സുഖമാനസം. ആസനം എന്ന പദത്തിന് പതഞ്ജലി മഹർഷി കൊടുത്തിരിക്കുന്ന നിർവചനം സ്ഥിരത സുഖമാനസം എന്നാണ്. സ്ഥിരമായും സുഖമായും നിശ്ചലമായും ശരീരത്തെ ഏതെങ്കിലും ഒരു മാതൃകയിൽ നിർത്തുന്നതാണ് ആസനം എന്ന് പറയുന്നത്. സ്ഥിരമായും സുഖമായും ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ആസനങ്ങളാണ്. ജപം, പ്രാർത്ഥന, പ്രാണായാമം, ധ്യാനം മുതലായ മാനസിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശാസ്ത്രം അനുശാസിച്ചിരിക്കുന്ന ചില ആസനകളിൽ കൂടിയാണ് നമ്മുടെ യോഗ പരിശീലനം ആരംഭിക്കുന്നത്. വ്യായാമരഹിതമായ ഒരു ജീവിതം നയിച്ചു വരുന്നവർക്ക് പല ആസനങ്ങളിലും പ്രാരംഭത്തിൽ വളരെ പ്രയാസമായി തോന്നുന്നതാണ്. നിലത്ത് ചമ്മളം പടഞ്ഞിരിക്കാൻ സാധിക്കുന്നവർ തന്നെ ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ്. പ്രാരംഭത്തിൽ അനുഭവപ്പെടുന്ന വിഷമതകളെല്ലാം പ്രാക്ടീസ് പുരോഗമിക്കുന്നതിനനുസരിച്ച് ക്രമേണ മാറിക്കൊള്ളും. പതിവായി അഭ്യസിക്കണം എന്ന് മാത്രം. യോഗ ഒരു ദിനചര്യയായി തീർക്കണം. എന്നാൽ മാത്രം അതുകൊണ്ട് ഫലമുള്ളൂ. ചുളിയിൽ വയ്ക്കാത്ത പച്ചക്കലം പോലെയാണ് വ്യായാമമില്ലാത്ത ശരീരം. ശരീരം ആകുന്ന പച്ചക്കലം യോഗ ആകുന്ന അഗ്നിയിൽ ശുദ്ധീകരിച്ചെടുക്കണം. എന്നാൽ അതിന് യാതൊരു ന്യൂനതകളും സംഭവിക്കാതെ ദീർഘകാലം പ്രവർത്തനക്ഷമമായി നിലനിൽക്കും. ദുഃഖമനാഗതം വരാനിരിക്കുന്നതും വന്നിട്ടില്ലാത്തതുമായ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ ഇതാണ് യോഗാശാസ്ത്രം അനുസ്മരിപ്പിക്കുന്നത്. അടുത്തത്, ആരോഗ്യപ്രദമായ ദിനചര്യകൾ. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണർന്നെഴുന്നേൽക്കുക. ഇതാണ് സാമാന്യ പ്രാണൻ. ഒരാൾ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഓരോരുത്തരുടെയും ഉറക്കം ഒരുമാതിരിയാണ്. ചിലർ 6 മണിക്കൂർ ഉറങ്ങിയാൽ ധാരാളം മതി. വേറെ ചിലർക്ക് 10 മണിക്കൂർ ഉറങ്ങിയാലും തൃപ്തി വരില്ല. ശരീരപ്രകൃതം, മാനസികാവസ്ഥ, ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം ഇതെല്ലാം ഉറക്കത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്നതും ഒരിക്കലും നന്നല്ല. 8 എന്നുള്ളത് 6 കുറച്ചാലും ആരോഗ്യത്തിന് മോശമൊന്നും സംഭവിക്കുന്നില്ല. 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയെന്ന് തീരുമാനിക്കുക, അതിൽ ഉറച്ചു നിൽക്കാം. അങ്ങനെ ലഭിക്കുന്ന സമയം പല നല്ല കാര്യങ്ങൾക്കും വിനിയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പഠന വിഷയത്തിൽ. രാത്രി 9 മണിക്ക് കിടന്ന് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റാൽ പല നല്ല കാര്യങ്ങൾക്കും സുലഭമായ സമയം ലഭിക്കുന്നതാണ്. പഠിക്കാനും വായിക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയം വെളുപ്പാങ്കാലമാണ്. വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും ഉറയ്ക്കാൻ പറ്റിയ സമയമാണത്. അപ്പോഴത്തെ അന്തരീക്ഷവും വളരെ ആരോഗ്യപ്രദമാണ്. വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷിമൃഗങ്ങൾ പോലും വെളുപ്പിന് ഉണരുന്നു. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ 8 മണി കഴിഞ്ഞാലും എഴുന്നേൽക്കാൻ മടിക്കുന്നു. അങ്ങനെ ഒരു ദുശ്ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം, സ്വന്തം നന്മയ്ക്ക് വേണ്ടി. ഉറക്കമില്ലാതെ നിരാശപ്പെട്ട് കഴിയുന്നവർക്ക് യോഗ ഒരു സിദ്ധൌഷധമാണ്. ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞേ ഉറങ്ങാവൂ. നിറവയറുമായി കിടന്നുറങ്ങിയാൽ പല ദുഃഖസ്വപ്നങ്ങൾ കാണാനിടയുണ്ട്. ഉറക്കവും സുഖവുമാകില്ല. മനുഷ്യൻ എന്ന ഒരു ജീവി മാത്രമാണ് മലർന്നു കിടന്ന് ഉറങ്ങുന്നത്. അതും നല്ലതല്ല. വലതുവശം ചരിഞ്ഞ് കിടന്നാണ് ഉറങ്ങേണ്ടത്. കമിഴ്ന്ന് കിടന്നും ഉറങ്ങരുത്. ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വിഘാതം സൃഷ്ടിക്കാൻ ഈ കിടപ്പ് കാരണമായിത്തീരുന്നു.
മെത്തയിൽ കിടന്നുറങ്ങുന്നതും നല്ലതല്ല, പ്രത്യേകിച്ച് ഓവർ മെത്തയിൽ. മെത്തയിൽ കിടക്കുമ്പോൾ നട്ടെല്ലിൻ്റെ സ്വാഭാവിക വ്യത്യാസം വരികയും ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും നടക്കാതിരിക്കുകയും ചെയ്യുന്നു. പൊക്കമുള്ള തലയണ വെച്ചാൽ കഴുത്ത് ഇടുങ്ങിയിരിക്കും, ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടും. അതുകൊണ്ട് പൊക്കം കുറഞ്ഞ തലയണ ഉപയോഗിക്കുക. മലശോധന തൃപ്തികരമായും പ്രയാസം കൂടാതെ നടക്കുന്നതിന് എഴുന്നേറ്റ വഴിയിൽ 1-2 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ മതി. ഉദരം ക്ലീൻ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കുന്നു. പച്ചക്കറിയും പഴങ്ങളും സുലഭമായി കഴിച്ചാൽ മലശോധന തൃപ്തികരമായി നടക്കുന്നതാണ്. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ പിമ്പോ സുലഭമായി പച്ചവെള്ളം പലപ്പോഴായി കുടിക്കുന്നതും മലമൂത്ര വിസർജനത്തിന് സഹായമാണ്. മൃഗങ്ങളുടെ എല്ല് രാസപ്രക്രിയ വഴി വെണ്ണ പോലെ അരച്ചെടുത്ത് വാസനയുള്ള മറ്റ് ചില രാസവസ്തുക്കൾ ചേർന്ന് കൂട്ടിക്കുഴച്ച് ഭംഗിയായ ട്യൂബിനകത്തേക്ക് ഇട്ട് പൊതിഞ്ഞ് മാർക്കറ്റിൽ വരുന്ന ടൂത്ത് ബ്രഷ് ഒരു തരത്തിലും പല്ലിന് ഗുണം ചെയ്യുന്നതൊന്നുമല്ല. അതിൽ ചേർന്നിരിക്കുന്ന രാസവസ്തുക്കൾ കാലാന്തരത്തിൽ പല ദോഷങ്ങളും വരുത്തുകയും ചെയ്യും. പഴുത്ത മാവല, ആര്യവേപ്പിൻ്റെ കമ്പ്, ഉപ്പ്, കുരുമുളക് ചേർത്ത് പൊടിച്ച് ഉമിക്കിരി ഇതാണ് പരമ്പരയായി പല്ലു തേക്കാൻ ഉപയോഗിക്കുന്നത്. ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന പൽപ്പൊടി വാങ്ങി അതുകൊണ്ടും ദന്ത ശുദ്ധി വരുത്തുക. രാവിലെ കുളിക്കുക എന്നത് പണ്ട് കാലം മുതലുള്ള ഒരു ആചാരമാണ്. ശരീരത്തിനും മനസ്സിനും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു ദിനചര്യയാണ് കുളി. ബുദ്ധിവിശേഷം എന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. സൂര്യോദയത്തിന് മുമ്പ് കുളി കഴിഞ്ഞിരിക്കണം. അപ്പം ഇതാണ് സ്ഥിര സുഖമാനസത്തിൻ്റെയും ആരോഗ്യപ്രദമായ യോഗ ദിനചര്യകളുടെ ആരോഗ്യപ്രദമായ ദിനചര്യകളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ചില ആളുകൾ ഉറക്കം താമസിച്ചായിരിക്കും, ചില സമയത്ത് ഞാൻ തന്നെ താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. എന്നാലും ട്രൈ ചെയ്യും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി പല്ലൊക്കെ തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി പിന്നീടാണ് ഇത്തരത്തിലുള്ള യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഒരു കാരണവശാലും കുളി മുടക്കാതിരിക്കുക. നമുക്കിപ്പോൾ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വയ്യായ്ക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുളി ഒഴിവാക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് കുളിക്കണ്ട എന്നുള്ള അത് മാറ്റിയേക്കണം. കാരണം കുളിക്കാതിരുന്ന നമുക്ക് ഉറക്ക ക്ഷീണവും ഉണ്ടാവും, നമ്മുടെ സ്ഥിരതയും ബുദ്ധിയും ഒന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് കുളിക്കാം. പിന്നെ ഈ നാച്ചുറലായിട്ടുള്ള ഈ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഈ പഴുത്ത മാവില, ഉമിക്കിരി ഇതൊക്കെ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പം ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള യോഗ കാര്യങ്ങൾ. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ യോഗ പരിശീലനങ്ങളും നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസം തന്നെ പറയാം. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഒരു ചാപ്റ്റർ തീരും. പിന്നെ കടക്കുന്നതൊക്കെ യോഗ പരിശീലനങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിന് ഒന്ന് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ ബൈ.